നമ്മൾ ഇതുപോലത്തെ ഒരു അടിപൊളി ബോട്ടിലാട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. കുട്ടികൾക്ക് പോലും ചെയ്യാൻ കഴിയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ്. വീഡിയോ നിങ്ങൾ മുഴുവനും കാണുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബോട്ടിലെടുത്തിട്ട് ബോട്ടിൽ ഫുൾ കവർ ചെയ്ത് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഗം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗമ്മിൽ 1 സ്പൂൺ ഗമ്മിൽ 2 സ്പൂൺ വാട്ടർ മിക്സ് ചെയ്തിട്ട് വേണം ഗം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു ബിയറിന്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ലെയറായിട്ട് മാത്രമേ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറിന് പകരമായിട്ട് മറ്റേതെങ്കിലും പേപ്പറോ, ന്യൂസ് പേപ്പറോ മറ്റേതെങ്കിലും പേപ്പറോ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നമ്മുടെ ബോട്ടിലിൻ്റെ മുകളിൽ ബ്ലാക്ക് കളറിലെ പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിലിൻ്റെ പുറത്ത് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ പെയിൻറ് അപ്ലൈ ചെയ്യാം. ടിഷ്യൂ പേപ്പർ ഒട്ടിക്കണമെന്ന് നിർബന്ധമില്ല. ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ടിഷ്യൂ പേപ്പർ ആണെങ്കിലും മറ്റേത് പേപ്പർ ആണെങ്കിലും നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ അതിൻ്റെ മുകളിൽ പെയിൻറ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് കീറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ് ബോട്ടിലിൻ്റെ പുറത്ത് പെയിൻറ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 1-2 കോട്ട് എക്സ്ട്രാ അടിക്കേണ്ടി വരും. ഫസ്റ്റ് ഒരു കോട്ടിൽ തന്നെ ആ ഒരു ഫിനിഷിംഗ് ലെവൽ, ഇപ്പോൾ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും 2 കോട്ടെങ്കിലും മിനിമം നമുക്ക് അടിക്കാതെ നമുക്കൊരു ഫിനിഷിംഗ് ലെവൽ കിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ നമുക്ക് ഒരൊറ്റ കോട്ടിൽ തന്നെ നമുക്ക് ഇത് ഫിനിഷിംഗ് ലെവൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് ചെയ്യുന്നത്. ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ മത്തൻ്റെ വിത്തുകൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഫ്ലവർ പോലെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ മറ്റു വിത്തുകൾ ഉപയോഗിച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കുന്ന രീതിയും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബോട്ടിലാട്ടിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങളത് കണ്ടു നോക്കുക. ഫസ്റ്റ് ലെയർ ചെയ്തതുപോലെ തന്നെ ഞാൻ സെക്കൻഡ് ലെയറും ചെയ്യുകയാണ്. ഫസ്റ്റ് ലെയർ നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം സെക്കൻഡ് ലെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് നമ്മുടെ അപ്പൂപ്പൻ താടിയുടെ അടിയിലുണ്ടാകുന്ന ഒരു വിത്തില്ല, അതാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി, ക്ഷമിക്കുക. നമ്മൾ മത്തൻ്റെ ചെയ്തതുപോലെ തന്നെയാണ് ഞാനിതും ഒട്ടിച്ചിരിക്കുന്നത്. ഫ്ലവേഴ്സ് എല്ലാം നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ ഇതിൽ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത് 2 കളർ തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് പെയിൻറ് ചെയ്തിരിക്കുന്നത്. റെഡും അതുപോലെ തന്നെ വൈറ്റും കൂടി മിക്സ് ചെയ്ത് ഒരു റോസ് കളറാക്കി എടുത്തേക്കുവാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പല ഒരു ഷെയ്ഡായിട്ടാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ച് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ മീതിൽ ഒരു വൈറ്റ് കളറുള്ള ഷെയ്ഡ് അതിൻ്റെ ഉള്ളിൽ മാത്രം കൊടുക്കുന്നുണ്ട്, മൊത്തത്തിൽ കൊടുക്കുന്നില്ല. അതിൻ്റെ ഉള്ളിൽ മാത്രമേ ഞാൻ വൈറ്റ് കളറുള്ള പെയിൻറ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് വൈറ്റ് കളറുള്ള ബീഡ്സ് വെച്ചിട്ട് അലങ്കരിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കോപ്പർ കളറുള്ള പെയിൻറ് വെച്ചിട്ട് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോപ്പർ കളറുള്ള പെയിൻറ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ കളറും റെഡ് കളറും കൂടി മിക്സ് ചെയ്തിട്ട് ഈ കളറിലെ പെയിൻറ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ബോട്ടിലിൽ കുറച്ച് ഗ്രാസാണ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ലൈറ്റ് ഗ്രീൻ കളറുള്ള ഫോം ഷീറ്റും ഡാർക്ക് ഗ്രീൻ കളറുള്ള ഫോം ഷീറ്റും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്രാസിൻ്റെ ഷേപ്പിൽ തന്നെയാണ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഓരോന്നായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരൊറ്റയടിക്ക് ഗ്രാസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഗ്രാസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഞാൻ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പിന്നെ നമ്മുടെ വീഡിയോൻ്റെ ആദ്യം മുതലൊരു കാര്യം പറഞ്ഞിരുന്നു, ഇത് കുട്ടികൾക്ക് പോലും ചെയ്യാൻ കഴിയുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാട്ടാണെന്ന്. കുട്ടികൾക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു വേ, നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഫോം ഷീറ്റൊന്നും ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു വൈറ്റ് കളർ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് സ്കെച്ചോ ക്രയോണോ ഉപയോഗിച്ചിട്ട് കളർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഒത്തിരി ഭംഗിയായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഗ്രാസൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ അടിയിലൊക്കെ ഒരു ചെറിയൊരു വൃത്തികേടായിട്ട് നിൽപ്പുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോം ഷീറ്റ് ഇതുപോലെ ഒരു നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അത് അതിൻ്റെ അടിയിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അതിനുശേഷം ഞാൻ നമ്മുടെ വലിയ ഫ്ലവർ, അതായത് നമ്മൾ മത്തങ്ങയുടെ സീഡ് കൊണ്ട് ഉണ്ടാക്കിയ വലിയ ഫ്ലവർ, അതൊരു സ്റ്റെം കട്ട് ചെയ്തെടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ വലിയ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ചെറിയ ഫ്ലവർ, അപ്പൂപ്പൻ താടിയത് കൊണ്ടുണ്ടാക്കിയ ചെറിയ ഫ്ലവർ ഞാൻ ഗ്രാസിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഒട്ടിച്ചെടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ കുറച്ച് മത്തങ്ങയുടെ കുരു എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ഗ്രീൻ കളറിലെ പെയിൻറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് മാത്രമേ ഞാൻ കളർ ചെയ്തിട്ടുള്ളൂ. അത് ഞാനിവിടെ നമ്മുടെ വലിയ ഫ്ലവറിൻ്റെ ആ തണ്ടിൻ്റെ അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത്രയും ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബോട്ടിൽ വർക്ക് അടിപൊളിയായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടില്ലേ? നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരണം. നമ്മുടെ അടുത്ത വീഡിയോ മുതൽ നിങ്ങൾ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോസും ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഫോട്ടോസ് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ അതുമല്ലെങ്കിൽ മെയിലിലൂടെയോ അയച്ചു തരാവുന്നതാണ്. അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്തിട്ടേ പോകാവൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.